Hi, sir. Hi Rishad. Yeah, okay. സോ നമ്മളെന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഹോ കൊമേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് ആയിട്ട് ഒരു ജാക്കിയെ ഒക്കെ ചെയ്യുമ്പോൾ സോഹോ ഇൻവെൻറ്റിൻ്റെ കൂടെയൊക്കെ ആൾക്കാർ ചോദിക്കുന്നതാണ് സോഹോ കൊമേഴ്സ് ആപ്റ്റല്ലേ എന്നുള്ളത്. ഷോപ്പിഫൈയും കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേഷൻ ഓൾറെഡി ഉണ്ട്, എന്നാലും സോഹോ കൊമേഴ്സിന് എന്താണ് യൂസബിൾ ആണോ, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം സൈൽ ഇപ്പോൾ കുറച്ചായിട്ട് കൊമേഴ്സിലും അതുപോലെ തന്നെ ഷോപ്പിഫൈ ഇൻ്റഗ്രേഷനും ഇംപ്ലിമെൻറ്റേഷനും ചെയ്യുന്നുണ്ട്. സോഹോ കൊമേഴ്സ് എന്ന പ്ലാറ്റ്ഫോം ഒരു ഫ്ലാഷ് ആയിട്ട് എങ്ങനെ ഒരു ബേസിക് ആയിട്ട് പറയാൻ പറ്റും, എത്രമാത്രം ഗുഡാണ്? ഓക്കെ, സോഹോ കൊമേഴ്സ് ഇപ്പോൾ നമ്മൾ ഷോപ്പിഫൈ പറയുകയാണെങ്കിൽ നമുക്ക് സെയിം ഷോപ്പിഫൈയിലേക്ക് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും. സെയിം തന്നെ നമുക്ക് സോഹോ കൊമേഴ്സിൽ നമുക്കൊരു ഇ കൊമേഴ്സ് ഫുൾ ഫ്രിഡ്ജ് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സോഹോ കൊമേഴ്സിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. ഇപ്പോൾ ഇൻ്റർഫേസ് ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഹോ കൊമേഴ്സ് 2.0 എന്നുള്ള വേർഷൻ തന്നെ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് യുഐയിലും UX-ലും ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. കുറച്ചുകൂടി ഈസി ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനൊക്കെ നമുക്കൊരു ഡെവലപ്പറെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ടൊരു വെബ്സൈറ്റ് നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. നമുക്ക് അതിൽ പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടൊരു ഇ കൊമേഴ്സ് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ, സോ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറിലുള്ള ആൾക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യുക, അതിനെ കോൺഫിഗർ ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ ബേസിക്കായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പേ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ, ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, എത്രമാത്രം യൂസർ ഫ്രണ്ട്ലിനെസ് ബിൽഡ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഡെമോ ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഫുള്ളി ഇപ്പോൾ സോഹോ കൊമേഴ്സിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഡെമോ വെബ്സൈറ്റ് ആണ്. ഇതൊരു ടോയിന്റെ വെബ്സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് മെനൂസ് കാണാൻ പറ്റും, ഹെഡർ മെനൂസ് കാണാൻ പറ്റും, ഹീറോ സെക്ഷൻസും കാര്യങ്ങളും കാണാം. സെയിം നമ്മളെ പ്രൊഡക്ട്സ് കാണാം. അപ്പോൾ നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ നമുക്ക് സ്റ്റോറിൽ വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് പ്രൊഡക്ട്സ് ആയിരിക്കും. പ്രൊഡക്ട് സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു കറോസൽ പോലെ നമ്മൾ പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം നമുക്ക് കാറ്റഗറി സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഓരോ പ്രൊഡക്ട്സിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് ഏരിയാസ് നമ്മൾ ഓരോ സെക്ഷൻസ് നമുക്ക് ഈ കൊമേഴ്സ് സ്റ്റോറിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ സിംപ്ലി ഒരു ടെംപ്ലേറ്റ് നമുക്ക് സോഹോ കൊമേഴ്സ് തന്നെ വരുന്നുണ്ട്. സിംപ്ലി 1 ക്ലിക്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാവും. സെയിം അതിന്റെ ടൈറ്റിൽ ഉണ്ടാവും. പിന്നെ അതേപോലെ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഡിഫറെന്റ് ഏത് കാറ്റഗറി ആണോ നമുക്ക് വരുന്ന കാറ്റഗറി ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതേ നമുക്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി സെക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽ സെക്ഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈസിലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരി, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാർട്ടിലേക്ക് പോയി. ഓക്കെ, നെക്സ്റ്റ് ആ കാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ഔട്ടിലുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ പ്രൊഡക്ട്സിന്റെ ടോട്ടൽ കാർട്ട് എമൗണ്ട് കാണാം. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, പർച്ചേസ്? അതെ. അപ്പം നമ്മളിപ്പം ഇതിലിപ്പം ലൈബ്രറി എന്ന് പറയുന്നത് ഇതിനുള്ളിൽ തന്നെ ലൈബ്രറിയാണ്. അപ്പം ഇതുപോലത്തെ വേറെ എത്ര തീംസ് ഉണ്ട്, ഒന്ന് കാണിക്കാമോ? നമുക്ക് അറൗണ്ട് 18+ തീംസ് വരുന്നുണ്ട്. സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇതാണ് നമ്മൾ അഡ്മിൻ പാനൽ വരുന്നത്. ഇവിടെ നമുക്ക് തീം ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് തീം ലൈബ്രറീസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്ന തീംസ് ആണ്. ഇതൊക്കെ നമുക്ക് സിംഗിൾ ക്ലിക്കിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് തീംസ് അവൈലബിൾ ആണ്. അതെ. അവർക്ക് സൂട്ടബിൾ ആയതുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് ഡിഫറെന്റ് തീംസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസിലും വരുന്ന തീംസ് ഉണ്ട്, ഇൻഡസ്ട്രിയിലും വരുന്ന തീംസ് ഉണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ഒരു കൺസ്യൂമർ, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടല്ലോ സെയിലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂപ്പൺസ്, അങ്ങനത്തെ എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്? കൂപ്പൺ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. മാർക്കറ്റിംഗ് തന്നെ ഒരു മൊഡ്യൂൾ നമുക്ക് വരുന്നുണ്ട് സോഹോ കൊമേഴ്സിൽ. നമുക്ക് ജസ്റ്റ് കൂപ്പൺസ് ഉള്ള ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കൂപ്പൺസ് ആഡ് ചെയ്യാൻ കഴിയും. നമുക്ക് കൂപ്പൺസ് ആഡ് ചെയ്യാം, കൂപ്പൺസിന്റെ കോഡ് ഇവിടെ ആഡ് ചെയ്യാം. നമുക്കൊരു ജസ്റ്റ് ഒരു കോഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കൂപ്പണിന്റെ ടൈം കൊടുക്കാം. നമുക്ക് എത്ര ഡിസ്കൗണ്ട്, എത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് നമുക്ക് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ളത് നമുക്ക് അവിടെ അസൈൻ ചെയ്തിടാൻ പറ്റും. അപ്പോൾ സിംപ്ലി നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ഔട്ടിൽ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ഓക്കെ, ഈ കോഡ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? ഇപ്പം ബൈ വൺ ഗെറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അവൈലബിൾ ആണോ?
ഫീച്ചേഴ്സ് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫീച്ചേഴ്സ് കറന്റ് ഇതിൽ അവൈലബിൾ അല്ല. നമുക്കത് മേജറായിട്ട് ഇപ്പം കൂപ്പണിന്റെ ഒരു ഫീച്ചറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതെ അതെ. ഓക്കെ 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 ഓക്കെ. പിന്നെ UI ലെവലിൽ നമ്മൾ ഒന്ന് പറഞ്ഞു. പിന്നെ ബാക്ക് എൻഡിൽ ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഓക്കെ, ഇതിന് നമുക്ക് ബാക്ക് എൻഡ് സെക്ഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, നമുക്ക് കാറ്റഗറീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ നമ്മൾ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ഒരു ഐറ്റംസ് ഇപ്പോൾ നമുക്ക് ഇതിൽ കറന്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കാണണമെങ്കിൽ നമുക്ക് ഐറ്റംസ് എന്ന മൊഡ്യൂൾ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ നെയിംസ് ഇവിടെ കാണാം, അതേപോലെ ഐറ്റംസിന് ഇമേജ് കാണാൻ പറ്റും, അതിൻ്റെ സെല്ലിംഗ് പ്രൈസും, അതേപോലെ ഏത് കാറ്റഗറിയിലാണ്, അതേപോലെ എത്ര സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കറന്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. ഇനിയിപ്പോൾ ഒരു പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫോം പോലെ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് നെയിം കൊടുക്കാം, ഏത് കാറ്റഗറിയിലാണ് വരുന്നത് കൊടുക്കാം, അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സെല്ലിംഗ് പ്രൈസസ് കൊടുക്കാം, SKUs ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അതേപോലെ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇവിടുന്ന് പ്രൊഡക്ട്സ് നമുക്ക് ഷോപ്പിൻ്റെ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. സെയിം നമുക്ക് കാറ്റഗറീസ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, സെയിം നമുക്ക് കളക്ഷൻസ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നീട് വരുന്നത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് വരുന്ന ഓർഡേഴ്സ് ആണ്. നമുക്ക് ഓർഡേഴ്സ് എല്ലാം നമുക്ക് ഈ സെക്ഷനിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് വെബ്സൈറ്റിൽ ഇപ്പോൾ ലൈവായിട്ട് നമുക്കൊരു കസ്റ്റമർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസും നമ്മൾ ആ കസ്റ്റമർ ഏത് പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്തത് ആ ഡീറ്റെയിൽസ് എല്ലാം കൂടി നമുക്ക് ഈസി ആയിട്ട് ഇവിടെ റിസീവ് ആവും. ഇതൊരു സാമ്പിൾ ഓർഡർ നമുക്ക് വന്നതാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ പ്രൊഡക്ട്സിൻ്റെയും ഏത് പ്രൊഡക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും, അതേപോലെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് നമുക്കറിയാം, അതേപോലെ കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും, അഡ്രസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് കൊറിയർ ഷിപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഇപ്പോൾ ഓർഡർ ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും, ഓർഡർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ പോർഷനോട്ട് പോകുമ്പോൾ ഇപ്പം ഷിപ്പിങ്ങിലും പേയ്മെൻറ്റിലും അതുപോലെ തന്നെ അക്കൗണ്ട്സിൽ സോഹോ ഇൻവെൻട്രി ആൻഡ് ബുക്സ് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. ആ സൈഡ് ഒന്ന് പറയാം. ഇത് ഇൻറ്റഗ്രേഷൻ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോഹോയുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേൻ്റെ ഇൻറ്റഗ്രേഷൻസ് വരുന്നുണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സോഹോയുടെ തന്നെ പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ പേയ്മെൻറ്റ് ഗേറ്റ് വരുന്നുണ്ട്. സെയിം അതേപോലെ നമുക്ക് രാജോർ പേടിഎം, സ്ട്രൈപ്പ് എല്ലാം എല്ലാ ഇൻറ്റഗ്രേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഷിപ്പിങ്ങിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് ഷിപ്പ് റോക്കറ്റ്, അതേപോലെ UPS, അങ്ങനെ ഡിഫറെൻറ്റ് ഷിപ്പിംഗ് പ്രൊവൈഡേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷൻസ് നമുക്ക് ഇതിൽ ഡയറക്റ്റ്ലി അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇൻറ്റഗ്രേഷൻസിൽ നമുക്ക് മാർക്കറ്റിംഗ് സൈഡിൽ വരുന്നുണ്ട്, ഗൂഗിളിൻ്റെ ഷോപ്പിംഗ് വരുന്നുണ്ട്, സോഹോയുടെ തന്നെ സോഹോ ക്യാമ്പയിൻ ഉണ്ട് ഇമെയിൽ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സോഹോയുടെ തന്നെ സെയിൽസ് അയക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം, ലൈവ് ചാറ്റും സപ്പോർട്ടും കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൽ ചിമ്പ് എല്ലാം ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. അതേപോലെ മെറ്റയുടെ പിക്സൽസ് വരുന്നുണ്ട്. മെറ്റയുടെ പിക്സൽസ് നമുക്ക് അഡ്വാൻസ് ട്രാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആഡ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റ പിക്സൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അനലിറ്റിക്സ് സൈഡിൽ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സോഹോയുടെ ഇൻബിൽഡ് ആയിട്ടുള്ള പേജ് സെൻസർ പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ നമ്മളെ ബിഗിഡിൻ്റെ വെബ് മാസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ SMS ഇൻറ്റഗ്രേഷൻസ് നമുക്ക് ടീലോ വരുന്നുണ്ട്. അതേപോലെ സോഹോയുടെ തന്നെ മൾട്ടിപ്പിൾ വേറെ നമുക്ക് ആപ്സ് ഉണ്ട്. നമുക്ക് സോഹോ ബുക്കിന് ഇൻറ്റഗ്രേഷൻ ഡയറക്റ്റ്ലി വരുന്നുണ്ട്, സോഹോ CRM ഇൻറ്റഗ്രേഷൻസ് വരുന്നുണ്ട്, സോഹോ ഇൻവെൻറ്ററി ഇൻറ്റഗ്രേഷൻസ് വരുന്നുണ്ട്. സോഹോ ബുക്കും ആൻഡ് സോഹോ ഇൻവെൻറ്ററിയും ടു വേ സിങ്കിങ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റിൽ ഒരു ഓർഡർ കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റ് ഓർഡേഴ്സിന് സെയിൽസ് ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ സോഹോ ബുക്കിലും സിങ്ക് ആവും. സെയിം അതേപോലെ നമ്മൾ സോഹോ ഇൻവെൻറ്ററിയിലാണ് നമ്മൾ വെയർ ഹൗസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ഡയറക്റ്റ്ലി സിങ്ക്ഡ് ആവും. സോ നമുക്ക് ഒമ്നി ചാനൽ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, പിന്നെ നമുക്ക് സാക്കിയ വരുന്നുണ്ട് അല്ലേ? അതെ, സാക്കിയം വരുന്നുണ്ട്. സാക്കി നമുക്ക് ഇതേപോലെ ഓഫ്ലൈൻ സ്റ്റോറൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് ഈസി ആയിട്ട് ഒരൊറ്റ സിംഗിൾ വെയർ ഹൗസിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ വാട്സപ്പ് ഇൻറ്റഗ്രേഷൻ കാണുന്നുണ്ട് അല്ലേ? അതെ, വാട്സപ്പ് ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമറിന് ഇപ്പോൾ നമുക്കൊരു താങ്ക് യു മെസ്സേജ്, ഒരു വെൽക്കം മെസ്സേജ് ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്യാമ്പയിൻ പോലെ റൺ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ആ ബാൻഡൻ കാർട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് കാർട്ടിലൊക്കെ ഡ്രാഫ്റ്റ് ആയി പോകുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് ഒക്കെ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഇൻറ്റഗ്രേഷൻ ഉണ്ട്, സോഹോ ഇൻവെൻറ്ററി ഇൻറ്റഗ്രേഷൻ ഉണ്ട്, ലൈവ് ആണ്. അപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിലും നമ്മൾ അക്കൗണ്ട്സിൽ എക്സ്പെൻസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിൻ്റെ P&L ലൈവായിട്ട് അറിയാൻ പറ്റും. മേജറായിട്ട് ഒരു സ്റ്റോറും ഒരു ഓൺലൈൻ സൈഡും ഒരു സ്റ്റോറും കൂടി ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഇത് ബെസ്റ്റാണ് അല്ലേ? വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരേ പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ആപ്ലിക്കേഷനിലും കൊമേഴ്സിലും റിഫ്ലക്റ്റ് ആവും, സ്റ്റോറിലും റിഫ്ലക്റ്റ് ആവും, സെയിം ടൈം അക്കൗണ്ട്സിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഇതിനെ ഒരു കസ്റ്റമൈസേഷൻ എന്നല്ല, ഒരു സ്റ്റോർ ഫ്രണ്ട് കസ്റ്റമൈസേഷൻ ലെവലിൽ ഒക്കെ നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷനെ കമ്പയർ ചെയ്ത് എത്രമാത്രം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും, എത്രമാത്രം ഫ്ലെക്സിബിലിറ്റി ഇപ്പം ഈ സ്റ്റോറിനുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്കതിൽ ഒരു സ്കെയിൽ വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഒരു സിമ്പിൾ സ്റ്റോഴ്സിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട്. നമുക്കൊരു ഡെവലപ്പറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സാമ്പിൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ടൂൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് സോഹോയുടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് വിഷ്വലി നമുക്ക് ഓരോ കണ്ടന്റ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. അതേപോലെ നമുക്ക് ഇമേജസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൽ വരുന്ന ഇമേജസ് നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സെയിം നമുക്ക് കാറ്റഗറീസിൻ്റെ ഇമേജസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. ബട്ടൺസ് നമുക്ക് ലിങ്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഇതിൽ ഈസി ആയിട്ട് വിഷ്വലി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. മെയിൻലി നമുക്ക് ഡെവലപ്പറിൻ്റെ യൂസ് നമുക്ക് വരുന്നില്ല. നമുക്കൊരു ഷോപ്പിൽ കോഡ് ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ, ഡിസൈൻ ചെറിയ നോളജുള്ള ആളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഇതിനെ ഒരു ലാർജ് മാർക്കറ്റിൽ ഏറ്റവും വലിയ പ്ലെയറാണ് ഷോപ്പിഫൈ ആൻഡ് വുക്കോമേഴ്സ്. അവരായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇത് ആര് യൂസ് ചെയ്യണം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്കറിയാൻ പറ്റും ഒരു എക്സ്റ്റെൻസീവ് ഇ കൊമേഴ്സ് ഇതിൽ വർക്കാവില്ല. ഓക്കെ, ലിമിറ്റഡ് ആണ്, ഇതിന് ലിമിറ്റഡ്. പക്ഷേ ഈസി ആൻഡ് ക്വിക്കാണ്. പക്ഷേ ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ സ്റ്റോറിനാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ അതേപോലെ തന്നെ ഷോപ്പിഫൈ ആൻഡ് വുക്കോമേഴ്സ് നല്ലൊരു ഗുഡ് പ്ലേയേഴ്സ് ആണ്. എങ്ങനെ കമ്പയർ ചെയ്യും, എത്രമാത്രം കമ്പയർ ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് ഷോപ്പിഫൈയിലും വുക്കോമേഴ്സിലൊക്കെ പറയുകയാണെങ്കിൽ ഷോപ്പിഫൈ ഇത് സോഹോ കൊമേഴ്സ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ്. ഷോപ്പിഫൈയിലും വുക്കോമേഴ്സിലൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഈസി ആയിട്ട് ഇപ്പോൾ സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സോ ബുക്കോ അതേപോലെ സാക്കിയ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓഫ്ലൈൻ സ്റ്റോർ ആണെങ്കിൽ അവർക്കിപ്പോൾ ഒരു ഓൺലൈനിലേക്ക് പോകാൻ ഒരു ലോഞ്ച് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഫസ്റ്റ്ലി ഇനീഷ്യലി അവർ ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് സോഹോ കൊമേഴ്സ്. ഈസി ആയിട്ട് തന്നെ അവർക്ക് കറന്റ് ഉള്ള ഡാറ്റാബേസിന് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു പ്രൊഡക്ട്സ് ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും സോഹോ കൊമേഴ്സ് ആണെങ്കിൽ. അതേപോലെ വളരെ ചീപ്പാണ്, വളരെ 700 സംതിങ് ആണ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മന്ത്ലി. പിന്നെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ്. പിന്നെ നമുക്കൊരു ലിമിറ്റ് വരെ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്കിപ്പം ഇത് ഏത് തരം കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക ഒരു സ്റ്റോർ ഉണ്ട്, അവർക്കൊരു ഓൺലൈൻ പ്രസൻസ് വേണം, ചെറിയൊരു ഓർഡേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത്രയും മനസ്സിലാക്കുന്നത് അല്ലേ? ഓക്കെ, ഒരു എക്സ്ക്ലൂസിവിറ്റി ഇതിലൂടെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ മൊബൈൽ വ്യൂസും ടാബ് വ്യൂസും ഒക്കെ ആണെങ്കിലും അതൊന്ന് കാണിക്കും. മൊബൈൽ വ്യൂസും റെസ്പോൺസീവ്നെസ് ഒക്കെ വളരെ ഗുഡാണ്. ഏറ്റവും ഈസി ടു ഹാൻഡിൽ ആണ്. ഓക്കെ, ഈസി ടു ഹാൻഡിൽ ആണ്. പിന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുമായിട്ടും സ്റ്റോറുമായിട്ടുള്ള ഇന്റഗ്രേഷൻ. ഇപ്പോൾ സോഹോ എക്കോസിസ്റ്റം ഇത് യൂസ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്താ പറയുക, കൂടുതൽ മാൻ പവർ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഒരു സ്റ്റോറും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോറും വെബ്സൈറ്റ് സ്റ്റോറും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു തരത്തിലോട്ടുള്ള കൊമേഴ്സ് സെറ്റ് ചെയ്യാൻ ഇത് ഗുഡാണ് അല്ല? അങ്ങനെയല്ല നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. അതെ. വലിയൊരു CSS ഒരു ക്ലയന്റ് ലെവൽ കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇറ്റ്സ് എ ബെസ്റ്റ് വൺ. ഓക്കെ, സോ എനിവേ ഇത് എല്ലാവർക്കും നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻസ് നമ്മളെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, വളരെ ഈസി ആയിട്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം സോഹോ കൊമേഴ്സ് ഒരു സ്റ്റോറും ഒരു സോഹോ എക്കോസിസ്റ്റത്തിൽ റീറ്റെയിൽ, സോഹോ ബുക്സ്, സോഹോ സാക്കിയ, സോഹോ ഇൻവെൻട്രി ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നവർക്കും ഒരു ഈസി സ്റ്റോർ ഹാൻഡിൽ ചെയ്യാൻ അല്ലേ അവർക്കും സോഹോ കൊമേഴ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യും. Okay. Well, thank you, sir. Thank you so much. Thank you.